അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്കറിയാം, ഖുർആൻ ഈസ് യൂണിവേഴ്സൽ ആൻഡ് ടൈംലെസ്. ഖുർആൻ എന്നുള്ളത് എല്ലാ കാലക്കാർക്കും ലോകത്തിൻ്റെ എല്ലാ കോണിലുള്ള ആൾക്കാർക്കും വേണ്ടി ഇറക്കപ്പെട്ടിട്ടുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എത്തീസ്റ്റുകൾ ഈ ഖുർആനിക് ഫാക്റ്റുകളെ സയൻറ്റിഫിക് ഫാക്റ്റുകളായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അത്തരത്തിലുള്ള കുറച്ച് ഖുർആനിക് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റുകളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. പ്രധാനമായി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആസ്ട്രോണമി ആൻഡ് കോസ്മോളജി, അഥവാ ഗോളശാസ്ത്രവും അതുപോലെ തന്നെ പ്രപഞ്ചശാസ്ത്രം, അതുപോലെ തന്നെ എർത്ത് ആൻഡ് ജിയോളജി, അതുപോലെ സമുദ്രങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ ഹ്യൂമൻ എംബ്രിയോളജി ഭ്രൂണശാസ്ത്രത്തെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ വെതർ, അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ പ്ലാന്റ്സ്, ബയോളജി, ന്യൂറോളജി തുടങ്ങിയൊക്കെ ഖുർആനിക് ഫാക്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഫാക്റ്റ് നോക്കുമ്പോൾ ദി എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നുള്ളത്, അഥവാ നമ്മുടെ ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം ദിവസം കഴിയുന്തോറും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു തിയറം. അത് 1929 എഡ്വിൻ ഹബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു തിയറാണ്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു തിയറാണ്. അപ്പോൾ ഖുർആനിലും അതിനെ സത്യമായിട്ട് ശരിവെക്കുന്ന ഒരായത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഅ ബനൈനാഹ ബിഅയ്യിദിൻ വഇന്നാ ലമൂസിഊൻ. ആകാശമാകട്ടെ നാം അതിനെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, തീർച്ചയായും നാം വികസിപ്പിച്ചെടുക്കുന്നവനാകുന്നു. അഥവാ പടച്ചോൻ ഖുർആനിലൂടെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നാം ഈ പ്രപഞ്ചത്തെ വികസിപ്പിച്ചെടുക്കുന്നവനാവുന്നു. അതുപോലെ തന്നെയാണ് പിന്നീട് സയൻസ് കണ്ടെത്തിയത്, ഈ ഭൂമി, ഈ പ്രപഞ്ചം മൊത്തത്തിൽ ഈ ഗാലക്സി വിശാലമായിക്കൊണ്ടിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ അടുത്ത് വരുന്നൊരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യകാലത്ത് ഈ പ്രപഞ്ചം ഒട്ടിപ്പിടിച്ചതായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പ്രപഞ്ചം ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് അത് വേർപെട്ടതാണ് എന്നുള്ള ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. അപ്പോൾ അതിനെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർള കാനതാ റതഖൻ ഫഫതഖ്നാഹുമാ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ആകാശഭൂമികൾ പരസ്പരം ഒട്ടിച്ചേർന്നവയായിരുന്നു, നാം അവയെ വേർപെടുത്തുകയുണ്ടായി. സത്യനിഷേധികൾ ഇത് കാണുന്നില്ലെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. സയന്റിസ്റ്റ് ആയിട്ടുള്ള ജോർജ് ലെമട്രെ എന്നൊരു സയന്റിസ്റ്റ് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ ആകാശഭൂമി എന്നുള്ളത് ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന്, അതോ ഒറ്റ ഒന്ന് ചേർന്ന് നിന്നെടുത്ത് നിന്ന് വേർതിരിഞ്ഞുണ്ടായതാണെന്ന് ഈ സയന്റിസ്റ്റ് വിവരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ഫാക്റ്റ് ആണ് എല്ലാ പ്ലാനറ്റുകളും അതിന്റെ ഭ്രമണപഥത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതേക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ കുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. അവനാണ് ഈ കമറിനെയും നെഹാറിനെയും ഷംസിനെയും ലൈലിനെയും ഒക്കെ സൃഷ്ടിച്ചത്. അവയെല്ലാം ഓരോ പ്ലാനറ്റുകളിൽ ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഖുർആനിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ സയന്റിഫിക് ഫാക്റ്റിനെ പ്രൂവ് ചെയ്യുന്ന ഒരായത്താണിത്. കമർ അഥവാ സൺ ആൻഡ് മൂൺ, ഇത്തരത്തിലുള്ള എല്ലാ ഹെവൻലി ബോഡീസും അതിന്റെ ഭ്രമണപഥത്തിൽ, അതിന്റെ ഓർബിറ്റിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ പറയുന്നു, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ സയൻസ് പറയുന്നുണ്ട്. ജിയോളജി വരായിട്ട് നോക്കുകയാണെങ്കിൽ ഖുർആനിലൂടെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നജാലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. നാം നിങ്ങൾക്ക് ഈ ഭൂമിയെ മെത്തയാക്കിയിട്ടും അതുപോലെ തന്നെ പർവ്വതങ്ങളെ കുറ്റിയാക്കിയിട്ടും നിങ്ങൾക്ക് നാം സൃഷ്ടിച്ചു തന്നിട്ടില്ല എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഈ കുറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പർവ്വതങ്ങളാണ് ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്നാണ്. അപ്പോൾ സയൻസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സയൻസ് പറയുന്നത് മൗണ്ടെയിൻസ് ആസ് പെഗ്സ് ആയിട്ടാണ്, മൗണ്ടെയിനുകളെ, ഈ പർവ്വതങ്ങളെ കുറ്റികളായിട്ടാണ് ഈ സയൻസ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് എത്രയോ കാലം മുമ്പ് ഖുർആനിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഉപ്പുവെള്ളവും അതുപോലെ തന്നെ ശുദ്ധജലവും അഴിമുഖങ്ങളിൽ യോജിക്കുന്നു, പക്ഷെ അത് രണ്ടും പെട്ടെന്ന് മിക്സ് ആവുന്നില്ല. അതൊരു സയന്റിഫിക് ഫാക്റ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മറജൽ ബദ്രൈൻ യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. നാം ഈ രണ്ട് കടലിനെയും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലവണാംശമുള്ള വെള്ളത്തെയും അതുപോലെ തന്നെ ശുദ്ധജലത്തെയും ഊരിവിട്ടിരിക്കുന്നു, എന്ന് പറഞ്ഞാൽ ഫ്രീ ആയി വിട്ടിരിക്കുന്നു. പക്ഷെ ആ രണ്ട് വെള്ളങ്ങൾക്കും ഇടയിൽ ഒരു ബർസഖ്, ഒരു അതിരുണ്ട്. ആ അതിര് എന്തിനാണ്? അവർ പരസ്പരം വിട്ടുകടക്കാതിരിക്കാൻ വേണ്ടിയെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഫാക്റ്റ് ആണ് സമുദ്രങ്ങളെ അടിത്തട്ടില് കൂരാക്കൂരിട്ടാണ് എന്നുള്ളത്. ഖുർആൻ ഇതിനെ കുറിച്ചിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ സയൻസ് പറയുന്നത് 200 മീറ്ററിൽ താഴെ സമുദ്രത്തിലേക്ക് ഈ ലൈറ്റ് റൈസ് ഇറങ്ങി ചെല്ലൂല. സൂര്യൻ ലൈറ്റ് റൈസ് അതിന് മുമ്പ് ഡൈവേർട്ട് ആയി പോകുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഖുർആനിൽ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫീ ബഹ്രിൻ ലുജ്ജിയിൻ യഖ്ശാഹു മൗജും മിൻ ഫൗഖിഹി സഹാബ് ദുലുമാതുൻ ബഅദുഹാ ഫൗഖ ബഅദ് എന്ന് ഖുർആനിലൂടെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു, തിരമാല അതിനെ പൊതിയുന്നു, അതിനു മീതെ വീണ്ടും തിരമാല, അതിനു മീതെ കാർമേഘം, അങ്ങനെ ഒന്നിനു മീതെ ഒന്നായി അതിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ എന്ന് ഖുർആനിലൂടെ പറയുന്നുണ്ട്.
ഖുർആനിക് ഫാക്ട് ആൻഡ് സയന്റിഫിക് ഫാക്ടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീൽഡാണ് ഹ്യൂമൻ എംബ്രിയോളജി എന്നുള്ളത്, അഥവാ ഈ ഭ്രൂണശാസ്ത്രം. ഒരു മനുഷ്യ കുഞ്ഞ് അതിന്റെ സ്പേം മുതൽ അടുത്തത് അതിന്റെ ഒരു ഹ്യൂമൻ ബോഡി എന്നതിലേക്കുള്ള ആ കൺവേർഷൻ വരെ വ്യക്തമായി സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള വേറെ തന്നെ ഖുർആനിൽ കാലങ്ങൾക്ക് മുമ്പ് വിശദീകരിക്കുന്നുണ്ട്. സയൻസ് വിശദീകരിക്കുന്ന ഒരു കൺവേർഷൻ സ്റ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പേം, പിന്നെ സൈഗോട്ട്, അതുപോലെ തന്നെ അതിനുശേഷം സൊമിക് സ്റ്റേജ്, പിന്നെ ബോണ്, പിന്നെ ഫ്ലഷ് എന്നുള്ള രൂപത്തിലാണ് സയൻസ് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആനിലൂടെ പറയുന്നു വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇലാമൻ ഫകസൗനൽ ഇലാമ ലഹ്മൻ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് ഖുർആനിലൂടെ ഒരു ആയത്ത് പറയുന്നുണ്ട്. 2-3 ആയത്തുകളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആശയം വരുന്നത് തീർച്ചയായും മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നീട് നാം അവനെ ഒരു ബീജകണമായി ഒരു ഉറച്ച സ്ഥലത്ത് സ്ഥാപിച്ചു. പിന്നീട് നാം ബീജകണത്തെ ഒരു ഭ്രൂണമാക്കി. പിന്നീട് ആ ബീജകണത്തെ ഒരു മാംസപിണ്ഡമാക്കി. പിന്നീട് ആ മാംസപിണ്ഡത്തെ അസ്ഥികളാക്കി. പിന്നീട് ആ അസ്ഥികളെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് അവനെ മറ്റൊരു സൃഷ്ടിയായി വളർത്തിയെടുത്തു. അങ്ങനെ ഈ എംബ്രിയോളജിയിലെ ഭ്രൂണശാസ്ത്രത്തിന്റെ ഓരോ ഒരു കൺവേർഷൻ സ്റ്റേജുകളും ഖുർആൻ വളരെ വ്യക്തമായിട്ട് കാലങ്ങൾക്ക് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ ആ ഒരു ഫീൽഡിൽ നോക്കുമ്പോൾ റെയിൻ ഫോർമേഷൻ, അതുപോലെ തന്നെ ക്ലൗഡ് ടൈപ്പുകളെ കുറിച്ചിട്ട് ഖുർആനിൽ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ അന്നല്ലാഹു യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജഅലുഹു റുകാമൻ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി എന്നല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു മേഘത്തെ തെളിച്ചു കൊണ്ടുവരികയും പിന്നീട് അവയെ തമ്മിൽ സംയോജിപ്പിക്കുകയും പിന്നീട് അവയെ ഒരു കൂട്ടമാക്കുകയും ചെയ്യുന്നു എന്ന് നീ കാണുന്നില്ലേ? അപ്പോൾ അതിനുള്ളിൽ നിന്നും മഴ പെയ്യുന്നത് നീ കാണുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സയൻസ് പറയുന്നത്, നമ്മുടെ ഈ മോഡേൺ മെട്രോളജി പറയുന്നത്, ഈ ഇതുപോലെ തന്നെ ക്യുമുലസ് മേഘങ്ങൾ, ഈ ക്യുമുലസ് ക്ലൗഡുകൾ ഉണ്ടാകുന്നത് ഇപ്രകാരം ഒന്നിനു കൂടെ മറ്റൊന്നായിട്ട് മേഘങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണെന്ന് സയൻസ് പറയുന്നത്. അങ്ങനെയാണ് റെയിൻ ഫോർമേഷൻ ഉണ്ടാകുന്നതെന്ന് സയൻസ് പറയുന്നുണ്ട്. ആയിട്ടുള്ള സയന്റിഫിക് ഫാക്ട് ആണ് പ്ലാന്റ്സ് ആർ ക്രിയേറ്റഡ് ഇൻ പെയർസ് എന്നുള്ളത്, അഥവാ ഫീമെയിൽ മെയിൽ എന്നീ 2 തരത്തിലുള്ള ഇനങ്ങളിലായിട്ടാണ് എല്ലാ ചെടികളും അല്ലെങ്കിൽ ഏകദേശം ഭൂരിഭാഗം ചെടികളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഖുർആനിൽ അല്ലാഹു തആല അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു. അതിന്റെ അർത്ഥം വരുന്നത് ഭൂമി മുളപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും അവരുടെ സ്വന്തം സൃഷ്ടികളെയും അവർക്ക് അറിയാത്ത സൃഷ്ടികളെയും ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു എത്ര പരിശുദ്ധനെന്ന് ഖുർആനിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ സയൻസ് പറയുന്നത് മോസ്റ്റ് ഓഫ് പ്ലാന്റ്സും അതിന് മെയിൽ വെർഷനും ഉണ്ട്, ഫീമെയിൽ വെർഷനും ഉണ്ട്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അടുത്തൊരു ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് സയൻസും പറയുന്നത്. അപ്പോൾ ഇതൊരു സയന്റിഫിക്കലി ആൻഡ് ഖുറാനിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. ഇതിന്റെ ഫീൽഡിലുള്ള ഒരു ഫാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ദ ഫ്രണ്ടൽ ലോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത്, ഈ ഫോർലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ ഈ ഭാഗം, അഥവാ നമ്മുടെ ഫോർഹെഡ് നെറ്റിയുടെ മുകൾ ഭാഗം, തലയുടെ മൂർധാവിന്റെ താഴ്ഭാഗം, ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഫോർലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കല്ലാല ഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. അവൻ ആ പ്രവൃത്തി നിർത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നാം അവന്റെ ഈ ഫോർലോക്ക് പിടിച്ചു വലിക്കും. അഥവാ ഫോർലോക്ക്, ഈ ബിന്നാസിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർലോക്ക് എന്നാണ്. കാരണം ആ ഫോർലോക്കാണ് എ ലേയിങ് സിൻഫുൾ ഫോർലോക്ക്, കളവ് പറയുന്ന, തെറ്റ് ചെയ്യുന്ന ഒരു ഫോർലോക്കാണ് എന്ന് ഖുർആനിലൂടെ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നും സയന്റിഫിക് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ഫോർലോക്ക് ഏരിയ ആണ് ഡെസിഷൻ മേക്കിംഗ്, അത് നമ്മുടെ തീരുമാനം എടുക്കാനും അതുപോലെ തന്നെ ട്രൂത്ത്ഫുൾനെസ്, നമ്മുടെ സത്യസന്ധത, അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ, ഇതിനൊക്കെ ചൂസ് ചെയ്യുന്നത്, ഇതിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇമാജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഭാഗമാണെന്ന് സയന്റിഫിക് ഫാക്ട് ആണ്. അപ്പോൾ ആ ഭാഗം പിടിച്ചു വലിക്കും, കാരണം ആ ഭാഗമാണ് കളവുണ്ടാക്കുന്നത്, അതുപോലെ ഡെസിഷൻ മേക്കിംഗ് എന്ന് ഖുർആനിലൂടെയും പറയുന്നു. എത്രയോ ഏറെ ഉദാഹരണങ്ങൾ, ഇൻസ്റ്റൻസുകൾ, ഈ സയന്റിഫിക് ഫാക്ടുകളെ ഖുർആനിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ ഖുർആനിനെ കൂടുതൽ പരിഹസിക്കാനും ഖുർആനിനെ ദൂരവൽക്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ച റബ്ബ് നമുക്കൊക്കെ ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും സയന്റിഫിക് ഫാക്ടുകളൊക്കെ കുറിച്ച് കൂടുതൽ പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.